കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മെയ് 4-ന് പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലം. വർഷങ്ങളായി അധികാരത്തിൽ തുടർന്നിരുന്ന LDF സർക്കാരിനെതിരെ ജനങ്ങൾ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകിയതെന്ന് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ദിശ മാറാനുള്ള തുടക്കമാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ചാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയെ ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങൾ, CPM പാർട്ടിക്കുള്ളിൽ ഉയരുന്ന അസന്തോഷം, UDFന്റെ വമ്പൻ തിരിച്ചുവരവ്, ഇനി കേരളത്തിൽ ഉണ്ടാകാനിടയുള്ള പുതിയ മാറ്റങ്ങൾ എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന നിമിഷം മുതൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ആരംഭിച്ചത്. UDF പ്രവർത്തകർ ആഘോഷത്തിലായപ്പോൾ CPM കേന്ദ്രങ്ങളിൽ ആത്മപരിശോധന യോഗങ്ങളാണ് നടന്നത്. സാധാരണയായി പരാജയത്തിന് ശേഷം ചില രാഷ്ട്രീയ വിശദീകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ പാർട്ടിക്കുള്ളിൽ തന്നെ ചില നേതാക്കൾ തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പിണറായി ശൈലി മാറ്റണം എന്ന ആവശ്യം CPMന്റെ അകത്തളങ്ങളിൽ പോലും ഉയരുന്നുവെന്ന് രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെ കാണുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അഴിമതി ആരോപണങ്ങൾ ശക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സ്വജന പക്ഷപാതമെന്ന വിമർശനമാണ് കൂടുതൽ ശക്തമാകുന്നത്. ചില നേതാക്കൾക്കും ചില ഭാഗങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതെന്നും സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായം അവഗണിക്കപ്പെടുന്നുവെന്നാണ് വിമർശനങ്ങൾ. ഇത് വെറും പ്രതിപക്ഷ വിമർശനം മാത്രമല്ലെന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. CPM സെക്രട്ടേറിയറ്റിൽ പോലും ഈ വിഷയം ചർച്ചയായതായാണ് രാഷ്ട്രീയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച തിരിച്ചടിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ പാർട്ടി ശ്രമിക്കുകയാണെന്നും വിലയിരുത്തൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ നിരവധി വിഷയങ്ങൾ ജനങ്ങളിൽ അസന്തോഷം സൃഷ്ടിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ വൈകല്യം, മാസങ്ങളായുള്ള കുടിശ്ശിക, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി, നികുതി വർധന, ഇതെല്ലാം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചു. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ വൈകിയത് വലിയ വിഷമമുണ്ടായി. പെൻഷൻ കുടിശ്ശികയെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സർക്കാർ പറയുന്നതൊന്നും ജനങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊന്നും എന്ന വിമർശനം ശക്തമായി ഉയരുന്നു. പല കുടുംബങ്ങൾക്കും മാസവരുമാനത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ഈ പെൻഷൻ. അതിനാൽ തന്നെ പെൻഷൻ വൈകിയത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി മാറിയെന്നാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം തന്നെ LPG സിലിണ്ടർ വില വർധനയും ജനങ്ങളെ ബാധിച്ചു. പാചകവാതക വില ഉയർന്നതോടെ സാധാരണ കുടുംബങ്ങളുടെ ചെലവ് കുത്തനെ വർദ്ധിച്ചു. ദിവസേനയുള്ള ജീവിത ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. UDF ഈ അസന്തോഷത്തെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ ഉപയോഗിച്ചു. ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന സർക്കാർ വേണം എന്ന മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ വിതരണം ചെയ്യുമെന്നും പുതിയ ധനകാര്യ നയങ്ങൾ കൊണ്ടുവരുമെന്നും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും UDF നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പുതിയ സർക്കാർ എന്ത് നടപടികളാണ് ആദ്യം സ്വീകരിക്കുക എന്നതാണ്. പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കുമോ, കുടിശ്ശിക പൂർണ്ണമായിട്ട് നൽകുമോ, ക്ഷേമ പദ്ധതികളിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വെറും അധികാരമാറ്റം മാത്രമല്ല, ജനങ്ങളുടെ മനോഭാവത്തിലുണ്ടായ വലിയ മാറ്റത്തിന്റെ സൂചനയാണെന്നാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സർക്കാർ ജനങ്ങളിൽ നിന്നും അകന്നു പോയെന്ന ധാരണ ശക്തമായിരുന്നു. ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന രാഷ്ട്രീയ ശൈലി കുറഞ്ഞുവെന്നാണ് വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണശൈലി ശക്തവും കടുപ്പമുള്ളതായിരുന്നെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത്. കോവിഡ് കാലത്ത് കേരളം കൈകാര്യം ചെയ്ത രീതിയെ പലരും പ്രശംസിച്ചിരുന്നു. എന്നാൽ അതേസമയം ചിലർ പറയുന്നത് ഭരണകൂടം ക്രമേണ കേന്ദ്രീകൃതമായി മാറിയെന്നുമാണ്. എല്ലാ തീരുമാനങ്ങളും ചിലരിൽ മാത്രം കേന്ദ്രീകരിച്ചുവെന്ന വിമർശനങ്ങളും ഉയരുന്നു. CPMന്റെ പഴയ ജനകീയ മുഖം നഷ്ടപ്പെട്ടു എന്ന അഭിപ്രായം ഇപ്പോൾ ശക്തമാണ്. ഒരു കാലത്ത് സാധാരണ ജനങ്ങളോടൊപ്പം നിലകൊണ്ടിരുന്ന പാർട്ടി ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോയെന്ന വിമർശനമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി തിരുത്തണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാവുകയാണ്. ഇതിനിടെ UDFിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി ചർച്ചകൾ സജീവമാണ്. ആരാകും പുതിയ മുഖ്യമന്ത്രി? പുതിയ ധനകാര്യമന്ത്രി ആരാകും? മന്ത്രിസഭയിൽ യുഗമുഖങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുമോ എന്നിങ്ങനെ നിരവധി രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ജനങ്ങൾ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ, തൊഴിലില്ലാത്ത യുവാക്കൾ, സർക്കാർ സഹായം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ എല്ലാവരും പുതിയ സർക്കാരിന്റെ ആദ്യ തീരുമാനങ്ങൾക്ക് കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നത് പുതിയ സർക്കാരിന്റെ വലിയ വെല്ലുവിളിയായിരിക്കും. കടബാധ്യത, വരുമാനക്കുറവ്, ക്ഷേമ പദ്ധതികളുടെ ചെലവ് എല്ലാം വലിയ പ്രശ്നങ്ങളാണ്. അതിനാൽ തന്നെ പുതിയ സർക്കാർ പ്രഖ്യാപനങ്ങൾ മാത്രം മതിയാകില്ല, പ്രായോഗിക നടപടികളും വേണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം CPM ഇപ്പോൾ വലിയ ആത്മപരിശോധനയുടെ ഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ പാർട്ടി ശ്രമിക്കുകയാണ്.
നേതൃനിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? പാർട്ടിയുടെ രാഷ്ട്രീയ ശൈലി മാറുമോ? യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമോ? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ തോൽവി CPM-ന് വലിയ മുന്നറിയിപ്പാണെന്നാണ്. ജനങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ഇനി കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കാനാണ് സാധ്യത. UDF അധികാരത്തിലെത്തിയാൽ അവർ നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പാക്കുമെന്നതാണ് അടുത്ത പ്രധാന ചർച്ച. അതേസമയം CPM ശക്തമായ പ്രതിപക്ഷവുമായി തിരിച്ചുവരാൻ ശ്രമിക്കുമെന്നും ഉറപ്പാണ്. സോഷ്യൽ മീഡിയയിലും ഈ രാഷ്ട്രീയ മാറ്റം വലിയ ചർച്ചയായിരിക്കുകയാണ്. ചിലർ പറയുന്നത് കേരളം പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിലേക്ക് കടക്കുന്നെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരള രാഷ്ട്രീയം ഇപ്പോൾ വലിയ മാറ്റത്തിന്റെ വഴിയിലാണ്. ജനങ്ങൾ ഇനി വെറും വാഗ്ദാനങ്ങൾ മാത്രം കേൾക്കാൻ തയ്യാറല്ല. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം, സമയത്ത് പെൻഷൻ വേണം, തൊഴിലവസരങ്ങൾ വേണം, സാമ്പത്തിക സുരക്ഷ വേണം. ഇതാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം. പുതിയ സർക്കാർ ഈ പ്രതീക്ഷകൾ നിറവേറ്റുമോ? CPM തിരുത്തലുകളുമായി തിരിച്ചു വരുമോ? പിണറായി വിജയന്റെ രാഷ്ട്രീയ ശൈലിയിൽ മാറ്റമുണ്ടാകുമോ? കേരള രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം എങ്ങനെയായിരിക്കും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം തീരുമാനിക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? UDF സർക്കാർ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമോ? CPM തിരികെ ശക്തമായിട്ട് വരുമോ? കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ദിനംപ്രതി ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.